ആദ്യമായി നമുക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സിന്റെ MD ശ്രീ പ്രസന്ന കുമാർ സാർ അവരെ സ്വാഗതം ചെയ്യാം. Dear students, parents, invited guests, the Kuttikal Sangamam 2010 will be starting very soon. I invite our Honorable Circle Inspector Sri Subhash Chertala. Please give a standing ovation. Please give a standing ovation. I invite our program committee chairman Sri Sajjay Shankar. Please come and occupy the seats. I invite our senior staff Sri Sunil Kumar. Please come and occupy the seats. Students, please listen.
നമ്മളുടെ ഈ വർഷത്തെ കുട്ടികളുടെ സംഗമം പരിപാടി ഇവിടെ ഉടനെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇതിന്റെ സുഗമമായ നടത്തിപ്പിലേക്ക് എല്ലാ സെന്ററുകളിലെയും ലീഡേഴ്സും സ്റ്റാഫും വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ കടന്നു വരേണ്ടതാണ്. വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ കടന്നു വരാൻ തയ്യാറായി നിൽക്കണം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സ് നങ്ങ്യാർ കുളങ്ങരയിലെ കുമാരി അഞ്ജലി സുരേഷിനെയും അഭിരാമിയെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അഞ്ജലി സുരേഷ് ആൻഡ് അഭിരാമി, പ്ലീസ് come to the dais for prayer. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിൻ നിറവേ നാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൻ പൂവിൻ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിൻ അമൃതം തൂകിയ ലോകപാലക ജഗദീശ. ലോകപാലക ജഗദീശ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ആനന്ദത്തിൻ അരുണകിരണമായി താതാനാദ വഴി തെളിക്കൂ. താതാനാദ വഴി തെളിക്കൂ. നമ്മളുടെ ഉദ്ഘാടന പരിപാടി ഉടനെ ആരംഭിക്കുന്നു. നമ്മളുടെ ബഹുമാനപ്പെട്ട നമ്മളുടെ ചീഫ് ഗസ്റ്റ് ശ്രീ സുഭാഷ് സാറിനെ എത്രയും പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി പോകേണ്ടതുണ്ട്. അധ്യക്ഷ പ്രസംഗത്തിന് മുമ്പ് ഉദ്ഘാടനം നടത്തുന്നതാണ്. സ്വാഗത പ്രസംഗത്തിലേക്ക് അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സിന്റെ സീനിയർ സ്റ്റാഫായ ശ്രീ സുനിൽ കുമാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മറ്റ് അഭ്യുദയകാംക്ഷികളെ, അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സ് ഇത് 4-ാം വർഷമാണ് കുട്ടികളുടെ സംഗമം എന്ന ഈ കലാവിരുന്നൊരുക്കുന്നത്. ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണിത്. അതിലായി നമ്മളുടെ വിശിഷ്ടാതിഥി ശ്രീ സുഭാഷ് സാറിന് തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ വളരെ ചെറിയ ഒരു സമയം മാത്രമാണ് നമുക്കായി നീക്കിവെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സൗകര്യപ്രകാരം നമ്മൾ വളരെ വേഗം ചടങ്ങുകൾ പൂർത്തിയാക്കുകയാണ്. ഔപചാരികമായി സ്വാഗതം പറയുക എന്നത് മാത്രമാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മളുടെ ഉദ്ഘാടകനായ ശ്രീ സുഭാഷ് സാർ നീതി നിർവഹണത്തിനിടയിൽ തന്നെ കവി എന്ന നിലയിലും ഒരു ഗാനരചയിതാവെന്ന നിലയിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് സുഭാഷ് സാർ. വളരെ പ്രശസ്തങ്ങളായ പല ആൽബങ്ങൾ, ഭക്തിഗാനങ്ങൾ, ഒപ്പം തന്നെ ഈയിടെ തന്നെ വളരെ പ്രശസ്തങ്ങളായ പല ചലച്ചിത്ര ഗാനങ്ങളും, ഏഞ്ചൽ ജോൺ, തന്ത്ര തുടങ്ങി പല പ്രശസ്തങ്ങളായ ചിത്രങ്ങളിലെയും ഗാനങ്ങൾ രചിച്ചത് അദ്ദേഹമാണ്. സുഭാഷ് ചേർത്തല എന്ന നാമധേയത്തിലാണ് അദ്ദേഹം ഗാനങ്ങളും കവിതകളും എഴുതാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും സുഭാഷ് ചേർത്തല എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ അദ്ദേഹം നമ്മളുടെ ആദരണീയനായ CI ആണെന്ന് അറിയാമോ എന്ന കാര്യം സംശയമാണ്. നമ്മൾക്കെല്ലാം വേണ്ടി, സംഘാടക സമിതിക്ക് വേണ്ടിയും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വളരെ ആദരപൂർവ്വം ശ്രീ സുഭാഷ് സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി
പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെ ഇല്ല. നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ നമ്മളുടെ അപ്ഡേറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രസന്നകുമാർ സാർ. അപ്ഡേറ്റിൻ്റെ എല്ലാമായ പ്രസന്നകുമാർ സാറിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ അപ്ഡേറ്റിൻ്റെ പ്രിൻസിപ്പാൾ ശ്രീമതി ഗംഗാദേവിയെയും ഞാൻ ഈ ചടങ്ങിലേക്ക് വളരെയധികം സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി വളരെയധികം പ്രവർത്തിക്കുകയും രാപകൽ അതിനുവേണ്ടി കഠിനമായ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്ത നമ്മളുടെ സംഘാടക സമിതി ചെയർമാനും ഒപ്പം തന്നെ ഹരിപ്പാട്ടെ മാധ്യമ പ്രവർത്തന രംഗത്തെ ഒരു സജീവ സാന്നിധ്യവുമായ ശ്രീ സഞ്ജയ് ശങ്കറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഒരിക്കൽ കൂടി വ്യക്തിപരമായും സംഘാടക സമിതിയുടെ പേരിലും സ്വാഗതം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളുടെ സമയക്കുറവുണ്ട്. മാത്രമല്ല അധ്യക്ഷ പ്രസംഗം കഴിയുമ്പോൾ കൂടുതൽ സമയം പോകും. നമ്മുടെ ബഹുമാനപ്പെട്ട സുഭാഷ് സാറിന് ഒട്ടും സമയമില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം മാറ്റിയിട്ട് ഉദ്ഘാടനമാണ് ആദ്യം. ഉദ്ഘാടനത്തായി നമ്മളുടെ എല്ലാം പ്രിയങ്കരനും കൃത്യ നിർവഹണത്തിന് വളരെ പ്രശസ്തനും മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ഗാന രചയിതാവ് കൂടിയാണ് നമ്മളുടെ ചീഫ് ഗസ്റ്റ്. സിനിമാ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. മാത്രമല്ല ധാരാളം ഗാനങ്ങളുടെ രചയിതാവ് കൂടിയാണ് നമ്മുടെ ഉദ്ഘാടകൻ. തീർച്ചയായിട്ടും ഈ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനത്തിന് ഇതിന് പറ്റിയ ഒരാൾ വേറെ ഇല്ല. നമ്മുടെ ഈ മത്സരങ്ങളുടെ ഉദ്ഘാടനത്തിന് ആദരണീയനായ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഹരിപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ സുഭാഷ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ സുനിൽ സാറ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഈ അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ സാരഥിയായ ശ്രീ പ്രസന്നകുമാർ സാറ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ നിങ്ങളുടെ ടീച്ചറുമായ ശ്രീമതി ഗംഗാ പ്രസന്നകുമാർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ചാനൽ പ്രവർത്തകനുമായ ശ്രീ സഞ്ജയ് ശങ്കർ, പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ജീവിതം വൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരുന്ന തലമുറയ്ക്ക് കമ്പ്യൂട്ടർ വിജ്ഞാനം ജീവിതത്തിൻ്റെ വിജയത്തിന്, ദൈനംദിന ജീവിത പ്രവൃത്തികൾക്ക്, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പരസ്പരം ആശയവിനിമയം നടത്തുന്ന വിസ്ഫോടനാത്മകമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതം കമ്പ്യൂട്ടറിൽ വൽക്കരിക്കപ്പെടുമ്പോൾ നമ്മളുടെ അറിവ് വിരൽത്തുമ്പിൽ ഒതുങ്ങുമ്പോൾ ലോകത്തിൻ്റെ വിജ്ഞാനം, ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നമ്മളുടെ വിരൽത്തുമ്പുകളിൽ ശേഖരിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ രാജ്യം എങ്ങനെയാകണം, ലോകം എങ്ങനെയാകണം,
സമൂഹത്തിൻ്റെ സ്ഥിതി പോക്ക് എന്നിവ എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള വിജ്ഞാനവും ആർജിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സിൽ വിദ്യാർത്ഥിനികളുമായി എത്തുന്ന ഓരോ കുട്ടിക്കും നമ്മുടെ രാജ്യ പുരോഗതിക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും നിർണായകമായ പങ്ക് വഹിക്കേണ്ടതുണ്ട്. പക്ഷേ കമ്പ്യൂട്ടർവൽക്കരണം രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ അത് ബാധിക്കാതെ നോക്കേണ്ട ചുമതല കൂടി നമുക്കുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ കമ്പ്യൂട്ടർ എങ്ങനെയൊക്കെ നെഗറ്റീവ് സൈഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിനുണ്ടാകുന്ന സാമൂഹ്യമായ തിന്മകളുടെ വശം ഏതൊക്കെയാണ്, അത് വളരുന്ന പ്രായപൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ടീനേജ് അതായത് കൗമാരക്കാരെ എങ്ങനെ അവരുടെ മനസ്സിനെ മലീമസമാക്കുന്നു, അവരുടെ കുടുംബത്തിൽ അത് എങ്ങനെ പ്രതിഫലിക്കുന്നു, അത് ജീവിതത്തിൽ അവർക്ക് എങ്ങനെ തിരിച്ചടിയാകുന്ന രീതിയിൽ മാറുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ എനിക്ക് ചിന്തിക്കേണ്ടി വരും. നമ്മളുടെ ശ്രേയസ്കരമായ ജീവിതത്തിൻ്റെ പ്രധാന കണ്ണി എന്ന നിലയിൽ കമ്പ്യൂട്ടർ വളർന്നു കഴിയുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ മുതിർന്നവരുടെ പരിപൂർണ ശിക്ഷണത്തിലും നിയന്ത്രണത്തിലും പ്രായപക്വത വരുന്നവരെ പോയില്ലെങ്കിൽ നമ്മൾക്ക് പരിഹരിക്കാനാവാത്ത തരത്തിലുള്ള ദുരന്തത്തിലേക്ക് ഇത് വഴിവെക്കും. അപ്പോൾ ആ നിലയ്ക്ക് കമ്പ്യൂട്ടർ പഠനം മനുഷ്യരെ എങ്ങനെ നേരാവണ്ണം നയിക്കുന്നു, അതുപോലെ തന്നെ എപ്രകാരം തിന്മയിലേക്ക് നയിക്കുന്നു എന്നതൊരു പുതിയ ചർച്ചാ വിഷയമായ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ IT ആക്ട് വന്നിട്ട് പോലും എപ്രകാരം ഇത് കൈകാര്യം ചെയ്യണമെന്ന തീരുമാനം നിയമതലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നതേ ഉള്ളൂ. ഈ ഇടങ്ങളിൽ പത്രത്തിൽ വായിച്ചാണ് നൈജീരിയക്കാരൻ ഒരാൾ നമ്മുടെ കേരളത്തിൽ വന്ന് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടു. കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് വഴിയുള്ള ലോട്ടറി തിരഞ്ഞെടുപ്പും മറ്റ് ക്രയവിക്രയങ്ങൾ കൊമേഴ്സും ഒക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കോടികളുടെ നഷ്ടം രാജ്യത്തിനും വ്യക്തിക്ക് സംഭവിക്കുന്ന എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിലിരുന്ന് കമ്പ്യൂട്ടർ ഹാക്കേഴ്സ് നടത്തുന്ന ക്രിയകളിലെ ഇരകളാകുന്ന നിരവധി ആൾക്കാരുടെ പരാതികൾ പോലീസിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സൈബർ സെല്ല് എന്ന പോലീസിൻ്റെ പ്രത്യേക വിഭാഗം കൈകാര്യം ചെയ്ത് വരുന്നത് അതും ബാല്യദശയിലായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ നിലയ്ക്ക് നിങ്ങൾ കമ്പ്യൂട്ടർ വിദ്യാർത്ഥികളാകുമ്പോൾ തന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് തിങ്കിങ്, അത് സമൂഹത്തിന് എങ്ങനെ ഗുണകരമാകും, വ്യക്തിക്ക് എങ്ങനെ ഗുണകരമാകും, വീട്ടുകാർക്ക് എങ്ങനെ ഗുണകരമാകും, നിങ്ങൾക്ക് എങ്ങനെ ഗുണകരമാകും എന്ന രീതിയിൽ മാത്രം ചിന്തിച്ചും പ്രവർത്തിച്ചും കമ്പ്യൂട്ടറിൻ്റെ വിജ്ഞാനം വിപുലമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ തിന്മകളിലേക്ക് നിങ്ങൾ വീഴാതെ നിങ്ങളുടെ പ്രായപക്വത എത്തുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ നിങ്ങൾ ഇൻ്റർനെറ്റ് സൗകര്യം ഉപയോഗിച്ച് നിർത്തേണ്ടതായിട്ട് നിർത്തി പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ച് നിങ്ങളുടെ ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ലക്ഷ്യം, അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം, അച്ഛൻ്റെ അമ്മയുടെയും പ്രതീക്ഷ, സമൂഹത്തിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷ, ഇതെല്ലാം നല്ല നിലയിൽ നിങ്ങൾ പ്രവർത്തിച്ച് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി, കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുന്ന ആളായി, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ എഞ്ചിനീയറുടെ പദവി എത്തിയിട്ട് നിങ്ങൾ രാജ്യത്തിന് എത്ര ഗുണകരമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന് നിങ്ങൾ നോക്കി സ്വയം മനസ്സിലാക്കി രാജ്യത്തിൻ്റെ നന്മയും വീട്ടുകാരുടെ നന്മയും സുഹൃത്തുക്കളുടെ നന്മയും സമൂഹത്തിൻ്റെ നന്മയും ലാക്കാക്കി എല്ലാ വിജ്ഞാനവും ആർജിച്ച് നല്ല കമ്പ്യൂട്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്മ തന്നുകൊണ്ടും അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ എല്ലാ പരിപാടികളും അപ്ഡേറ്റ് ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗമാണ്. പ്രിയമുള്ളവരെ, എക്കാലവും ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ ബലവുമായ എന്റെ പ്രിയപ്പെട്ട അപ്ഡേറ്റിലെ കുട്ടികളെ
എന്നും അപ്ഡേഷനെ സ്നേഹിക്കുന്ന രക്ഷകർത്താക്കളെ എന്നും ഞങ്ങൾക്ക് മാർഗദീപമായി നിലകൊണ്ടിരുന്ന കാർത്തികപ്പള്ളിയിലെയും ചുങ്ങോലിയിലെയും നല്ലവരായ നാട്ടുകാരെ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, സുഹൃത്തുക്കളെ, ഇന്ന് അപ്ഡേറ്റിന്റെ സുദിനമാണ്. ഇന്ന് കുട്ടികളുടെ സംഗമമാണ്. ആദിത്യ ഭഗവാൻ തന്റെ ഉഗ്രരശ്മികളെ ഉൾവലിച്ചുകൊണ്ട് രാവിലെ തന്നെ ഈ മഹാസംഭവം കാണുന്നതിന് വേണ്ടി പ്രസന്നവദനായി ഇവിടെ എത്തിയിരിക്കുകയാണ്. അതാ നിങ്ങൾ നോക്കൂ, വായു ഭഗവാന് വരവറിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ കാണുന്ന ആലിലകൾ താളം പിടിക്കുന്നുണ്ട്. സമസ്ത ചരാചരങ്ങളും ഈ അപ്ഡേറ്റിന്റെ വേദിയിൽ അണിനിരന്നിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന മഹായുദ്ധം, 5 സെന്ററുകൾ തമ്മിൽ നടക്കുന്ന വാശിയേറിയ യുദ്ധം, രാജാവാകുന്നതിന് വേണ്ടിയുള്ള അവസാനത്തെ കരു നീക്കം. അടുത്ത ഒരു വർഷത്ത് ആരാണ് അപ്ഡേറ്റിന്റെ വിജയി, ആരാണ് അപ്ഡേറ്റിന്റെ യുവ രാജാവ് എന്നറിയിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരമാണ്. കഴിഞ്ഞ കഥകളെല്ലാം പഴങ്കഥകളാക്കിക്കൊണ്ട് ഇതാ ഒരു പുതിയ വർഷത്തിന് തുടക്കം കുറിക്കുകയാണ് ഇന്നിവിടെ. നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ 2007 കുട്ടികളുടെ സംഗമമായി ഇവിടെ തുടങ്ങിയപ്പോൾ അതിനു മുമ്പേ 12 വർഷവും മഞ്ഞാർ കുളങ്ങരയും 12 വർഷമില്ല, അതിന് 5 വർഷം മുമ്പ് വരെ മഞ്ഞാർ കുളങ്ങരയും കാർത്തികപ്പള്ളിയും തമ്മിൽ നടന്ന വാശിയേറിയ മത്സരങ്ങളിൽ എപ്പോഴും വിജയിച്ചിരുന്നത് മഞ്ഞാർ കുളങ്ങരയായിരുന്നു. എന്നാൽ അത് അട്ടിമറിച്ചുകൊണ്ട് 2007 നടന്ന കുട്ടികളുടെ സംഗമത്തിൽ അപ്ഡേറ്റ് മാവേലിക്കര 1ാം സ്ഥാനം നേടി. 2008 നടന്ന വാശിയേറിയ മത്സരത്തിൽ മഞ്ഞാർ കുളങ്ങരയും മാവേലിക്കരയും വിസ്മയിപ്പിച്ചുകൊണ്ട് അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സ് കാർത്തികപ്പള്ളി 1ാം സ്ഥാനം നേടി. അപ്പോൾ മഞ്ഞാർ കുളങ്ങര വിട്ടുകൊടുത്തില്ല. ഞങ്ങളാണ് അപ്ഡേറ്റിന്റെ തുടക്കക്കാർ. 1999 നവംബർ മാസം 19-ാം തീയതി ഇല്ലായിരുന്നെങ്കിൽ ഒരു കാർത്തികപ്പള്ളിയും കായംകുളവും ഹരിപ്പാടും ചെന്നിത്തലയും മാവേലിക്കരയും ഒന്നും ഉദയം ചെയ്യില്ലായിരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അപ്ഡേറ്റ് മഞ്ഞാർ കുളങ്ങര വിജയം നേടി. ഇന്ന് അതൊക്കെ പഴങ്കഥയാണ്. എന്തെല്ലാം യുദ്ധം കൊണ്ടാലും ശരി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന മട്ടിലാണ് അപ്ഡേറ്റ് കായംകുളവും ചെന്നിത്തലയും ഹരിപ്പാടും കാർത്തികപ്പള്ളിയുമെല്ലാം ഇന്നത്തെ വിജയം പ്രഖ്യാപിക്കുന്നത് അസാധ്യമാണ്. കാരണം അത്ര വാശിയേറിയ യുദ്ധമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അവനാഴിയിലെ സകല അമ്പുകളും ചെയ്ത് ശത്രു സൈനികളെ നിലംപരിശാക്കിയ ചരിത്രമാണ് ഇവർക്കെല്ലാം ഉള്ളത്. ഞങ്ങൾക്ക് ഇവരെ പരിചയപ്പെടണ്ടേ? നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ പരിചയപ്പെടാം. ആദ്യമായി 2009 1ാം സ്ഥാനക്കാരായ അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സ് മഞ്ഞാർ കുളങ്ങരയുടെ പ്രിയങ്കരായ സാരഥികൾ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാനവരുടെ പേര് വിളിക്കാം. ശ്രീദേവി. എല്ലാവരും കൈവച്ചാൽ പ്രസാദിക്കണം. നമ്മുടെ സീനിയർ സ്റ്റാഫായ സരിത, അപ്ഡേറ്റിന്റെ കഴിവറ്റ സാരഥികളായ ശ്രീനാഥ്, കൗമാരത്തിന്റെ പ്രതീകമായ NDPC-യിലെ പഠിക്കുന്ന കുട്ടിയായ ആശിഷ്, 2009 1ാം സ്ഥാനം നേടി. 2008 1ാം സ്ഥാനം നേടി. 2009 1ാം സ്ഥാനം നേടി. 2008 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 1ാം സ്ഥാനം നേടി.
ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. നിമിഷങ്ങൾ യുഗങ്ങളായി മാറിയ മത്സരം, അവസാനം വരെ പൊഴി നോക്കിയ മത്സരം, കാർത്തികപ്പള്ളിയും മാവേലിക്കരയും മഞ്ഞാർകുളങ്ങരയും ഇഞ്ചിഞ്ചായി പൊഴിഞ്ഞ മത്സരം. സോറി, നമ്മുടെ ലേഡി ലീഡർ അഞ്ജലി സുരേഷ് ശല്യം വിട്ടുപോയി. അഞ്ജലി സുരേഷ് ഇഞ്ചിഞ്ചായി പൊരുതിയ മത്സരം, ആര് ജയിക്കുമെന്ന് പ്രവചിക്കാനാകാതിരുന്ന മത്സരം അവരുടെ ഒരു ആഗ്രഹമായിരുന്നു, അവരുടെ ഒരു സ്വപ്നമായിരുന്നു. ഞങ്ങളാണ് 12 വർഷങ്ങൾക്ക് മുമ്പ് അപ്ഡേറ്റിന്റെ തുടക്കക്കാർ. നങ്ങാർകുളങ്ങരയിൽ അന്നും ആ മെയ് 19 ഇല്ലായിരുന്നെങ്കിൽ ഇന്നും അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സ് ലോകം അറിയില്ലായിരുന്നു. അപ്പോൾ മഞ്ഞാർകുളങ്ങരയാണ് തുടക്കക്കാർ. പക്ഷേ കഥകളെല്ലാം മാറ്റി കാർത്തികപ്പള്ളിയും മാവേലിക്കയുമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ട്രോഫി വാങ്ങിച്ചു കൊണ്ടുപോയത് മഞ്ഞാർകുളങ്ങരക്കാർക്ക് സഹിച്ചില്ല. അവരുടെ അവസാനത്തെ അസ്ത്രവും നീര് മറ്റു ശക്തികളെ നിലം പൈസാക്കി 1ാം സ്ഥാനം നേടി. അങ്ങനെയാണ് 2009 മത്സരത്തിൽ മഞ്ഞാർകുളങ്ങര വിജയിയാകുന്നത്. ഇന്ന് എന്താണ് സ്ഥിതി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എല്ലാ അസംബ്ലികളും ഒരേപോലെ മത്സരത്തിലാണ്. നമുക്ക് എങ്കിലും ഇവരോട് ചോദിക്കാം, ഇന്നത്തെ അവരുടെ പ്രകടനം എങ്ങനെയാണ്, ആരാണ് വിജയി എന്നൊക്കെ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. പ്രിയപ്പെട്ട മഞ്ഞാർകുളങ്ങര കുട്ടികളെ, മഞ്ഞാർകുളങ്ങര കൂട്ടുകാര്, മഞ്ഞാർകുളങ്ങര സ്റ്റാഫ്, നിങ്ങളുടെ പ്രകടനത്തിൽ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരത്തിൽ ഏത് സെന്ററാണ് 1ാം സ്ഥാനം വാങ്ങിക്കുക? എന്ത് വില കൊടുത്തിട്ടാലും കിരീടം ഞങ്ങൾ തന്നെ നേടും. എന്ത് വില കൊടുത്തും ഈ വർഷം കിരീടം ഞങ്ങൾ തന്നെ നേടുന്നതായിരിക്കും. മഞ്ഞാർകുളങ്ങര കുട്ടികൾ അക്ഷാരം മുറിക്കേണ്ടതാണ്. മഞ്ഞാർകുളങ്ങര കുട്ടികൾ അവർക്ക് പ്രചോദനം കൊടുക്കാൻ വേണ്ടി അക്ഷാരം മുറിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടില്ലേ? ഇത്തവണയും ഞങ്ങളുടെ അലമാരിയുടെ പ്രതീക്ഷിച്ചിരിക്കുന്ന കിരീടം വേറെ ഒരാൾക്കും വിട്ടു കൊടുക്കില്ല. ഇത്തവണയും അപ്ഡേറ്റിന്റെ രാജാവ് മഞ്ഞാർകുളങ്ങര തന്നെയാണ്. ആ കിരീടം തടഞ്ഞു നിൽക്കുന്ന പ്രശ്നമേ വിളിക്കുന്നില്ല എന്ന് മഞ്ഞാർകുളങ്ങരക്ക് ആളെങ്കിട്ട് പറയുന്നത് കേട്ടില്ലേ? ഇനിയും നമ്മുടെ പ്രിയങ്കരിയായ കാർത്തികപ്പള്ളിയിലെ കുട്ടികളാണ്. ഈ നാട് കാർത്തികപ്പള്ളിയാണ്. ഈ നാട് സഹനസഖിയുടെ നാടാണ്. ഞങ്ങൾക്ക് കൂടിയും ബഹുണ്ടാക്കിയുള്ള ട്രോഫി വേണ്ട. ഞങ്ങൾ മത്സരിച്ച് തന്നെ ജയിക്കും. ഞങ്ങൾ സമചിത്തരാണ്. ഞങ്ങളാണ് ആളുകൾ. ഞങ്ങൾ എന്നും വിജയികളെ പ്രോത്സാഹിപ്പിച്ച ചരിത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, ഒരു തവണ പോലും ഞങ്ങൾ പിന്നോക്കം പോയിട്ടില്ല. 2007 നടന്ന മത്സരങ്ങളിൽ ഞങ്ങളായിരുന്നു 2ാം സ്ഥാനക്കാർ. 2008 നടന്ന മത്സരങ്ങളിൽ ഞങ്ങളായിരുന്നു 1ാം സ്ഥാനക്കാർ. 2009 നടന്ന മത്സരങ്ങളിൽ ഞങ്ങളായിരുന്നു 3ാം സ്ഥാനക്കാർ. ഇക്കുറി ഞങ്ങൾ തന്നെയാകും 1ാം സ്ഥാനക്കാർ എന്ന് മറ്റാരേക്കാളും നന്നായി കാർത്തികപ്പള്ളിക്കാർ വിശ്വസിക്കുന്നു. അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സ് കാർത്തികപ്പള്ളിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സ് കാർത്തികപ്പള്ളിയിലെ സ്റ്റാഫ് ശ്രീ സുജാത, സുനിത, കൗമാരത്തിന്റെ പ്രതീകമായ അഖിൽ ബി ഗോപാൽ, അവനാണ് സാരഥി, അഖിലാണ് നായകൻ. പ്രിയങ്കരിയായ പെണ്ണുങ്ങളുടെ ലീഡറായ അഞ്ചു, പെൺകുട്ടികളുടെ ലീഡറായ അഞ്ചു അവർ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ചരിത്രം ഉറങ്ങുന്ന കാർത്തികപ്പള്ളി. കാർത്തികപ്പള്ളിയാണ്. ഇവിടുന്ന് ട്രോഫി നേടുന്ന സെന്ററിൽ കൊണ്ടുപോകുന്നത് കാർത്തികപ്പള്ളിക്കാർക്ക് സഹിക്കില്ല.
ഞങ്ങൾ എന്നും ഈ നാട്ടുകാരും ഞങ്ങൾ എന്നും അപ്ഡേറ്റ് കാർത്തികപ്പള്ളി ഒന്നാം സ്ഥാനത്ത് വരണം എന്നുള്ള ആഗ്രഹക്കാരാണ്. എങ്കിലും ഞങ്ങൾ സമചിത്തരാണ്. മറ്റുള്ളവരുടെ പ്രോത്സാഹനങ്ങൾ, മറ്റുള്ളവരുടെ പ്രകടനങ്ങൾ ഞങ്ങൾ ആസ്വദിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ അവരെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കും. അവരുടെ താളം തെറ്റിക്കില്ല, അവരെ കൂടി വിളിക്കില്ല എന്ന് ഉറച്ച പ്രതിജ്ഞയുമായി ഈ 3 കൊല്ലക്കാലവും കാർത്തികപ്പള്ളി നിന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവരോടൊപ്പം രണ്ടുപേരെയും കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ വിമൽ ജോഷി. നമ്മുടെ കാർത്തികപ്പള്ളിയുടെ പ്രിയങ്കരനായ വിഷ്ണു. എത്ര ആവേശമാണ് കുട്ടികൾക്ക്, എത്ര നല്ല രീതിയിൽ കൈകാര്യം പ്രോത്സാഹിപ്പിക്കും നമ്മുടെ ലീഡേഴ്സിനെ. എന്തൊരു ആവേശമാണ് കാർത്തികപ്പള്ളിക്കാർക്ക്. ഇന്നത്തെ വിജയം, ഇന്നൊരു മത്സരമുണ്ടെങ്കിൽ ഇന്നത്തെ വിജയം കാർത്തികപ്പള്ളിക്കാണ് എന്ന് അവർ ഉറക്കെ വിശ്വസിക്കുന്നു, ഉറച്ച് പ്രഖ്യാപിക്കുന്നു. കാർത്തികപ്പള്ളി നമുക്ക് ഇവരോട് എത്ര പേരാണ് നമ്മുടെ വേദിയിൽ അനുവദിക്കുന്നത്? ഇവരോട് ചോദിക്കാം, ആരാണ് പ്രിയപ്പെട്ട കാർത്തികപ്പള്ളിക്കാരെ ഇന്നത്തെ വിജയി? ഇന്നത്തെ വിജയികൾ ഞങ്ങൾ തന്നെ. കാർത്തികപ്പള്ളി ഇന്നത്തെ കിരീടം ഞങ്ങൾക്കുള്ളതാണ്. കിരീടം ഞങ്ങൾക്കുള്ളതാണ്. കാർത്തികപ്പള്ളിക്ക് കാർത്തികപ്പള്ളിക്കാരുടെ വിശ്വാസം കണ്ടില്ലേ? ഇന്നത്തെ മത്സരമുണ്ടെങ്കിൽ, ഇന്നൊരു സംഗമം ഉണ്ടെങ്കിൽ വിജയാഹ്ലാദമായി കാർത്തികപ്പള്ളി ജംഗ്ഷൻ കറങ്ങി ട്രോഫി കാർത്തികപ്പള്ളി സെന്ററിൽ തന്നെ കൊണ്ടുവെക്കുന്നു. ചരിത്രമുറങ്ങുന്ന കായംകുളം. നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും ഇന്ന് ലോക ഭൂപടത്തിൽ കായംകുളത്തിന് അർഹമായ സ്ഥാനമുണ്ട്. കായംകുളം രാജാക്കന്മാരും മറ്റ് രാജാക്കന്മാരും പടപൊടിയപ്പോഴെല്ലാം വിജയ കായംകുളം രാജാവിനാ തന്നെയായിരുന്നു. കായംകുളം കൊച്ചുണ്ണിയുടെ നാടാണെങ്കിലും ഉള്ളവന്റെ കയ്യിൽ നിന്ന് പിടിച്ച് ഇല്ലാത്തവന് കൊടുത്ത പാരമ്പര്യം മാത്രമേ കായംകുളത്തിനുള്ളൂ. നോക്കൂ കായംകുളത്തിന്റെ ആവേശം. മറ്റൊരു ടീമിനും മഞ്ഞാർ കുളങ്ങരയ്ക്കും കാർത്തികപ്പള്ളിക്കും ദർശിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ആവേശം കായംകുളം പ്രകടമാക്കുന്നുണ്ട്. അത്ര ചുണക്കുട്ടികളാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവരുടെ എല്ലാമായ അവരുടെ മുഴുവൻ ഊർജമായ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവരുടെ നേതാവായ, കുട്ടികളുടെ നേതാവായ, കൗമാരം വിട്ടുമാറിയിട്ടില്ലാത്ത അക്ഷയ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഊർജ്ജസ്വലയും ഇന്ന് ഏത് മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി വാശി കിട്ടിയ ആളാണ് അവരുടെ പ്രിയങ്കരിയായ അഞ്ചുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുട്ടികളുടെ സംഗമം തലയ്ക്ക് പിടിച്ച് ഹരമായി തീരുന്ന ദീപകിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്നും തോറ്റ ചരിത്രം മാത്രമേ ഉള്ളെങ്കിലും ഇന്ന് പഴങ്കഥയാണ്. ഇന്ന് അപ്പൊ പ്രതിനിധീകരിക്കുന്നു കാർത്തികപ്പള്ളിയെയും മഞ്ഞാർ കുളങ്ങരെയും അക്കറ്റി നിർത്തി ഈ ട്രോഫി കായംകുളത്ത് കൊണ്ടുപോകുമല്ലോ പ്രതിജ്ഞയിട്ടാണ് കായംകുളത്ത് രാവിലെ എല്ലാവരും എത്തിയിരിക്കുന്നത്. കായംകുളത്തെ കുട്ടികളുടെ ആവേശത്തിന് അത് ഉദാഹരണമാണ്. ഏതൊരു സംഘടനയാണ് ആവേശം കാണിക്കുന്നത് അവരായിട്ട് സാധാരണ ഒന്നാം സ്ഥാനം നിൽക്കുക. ഇപ്പോഴത്തെ ആവേശം ഏറ്റവും കൂടുതൽ പ്രകടമാക്കുന്നത് കായംകുളം തന്നെ. അങ്ങനെ ചോദിക്കാം, പ്രിയപ്പെട്ട കായംകുളക്കാരെ, നിങ്ങളുടെ വിശ്വാസത്തിൽ ഇത്തവണത്തെ കിരീടം ആർക്കാണ്? കായംകുളത്തിന് എന്ന് പറയുമ്പോൾ അവരുടെ ആ ആവേശം നിങ്ങൾ കാണുന്നില്ല. അത്
ഇത്തവണ ഞങ്ങൾ 5ാം സ്ഥാനക്കാരല്ല, 2ാം സ്ഥാനക്കാരുമല്ല, 1ാം സ്ഥാനം കൊണ്ടേ ഞങ്ങൾ പോകൂ. ഞങ്ങളുടെ നാട്ടുകാരോട് പ്രതിജ്ഞ എടുത്തിട്ടാണ് വന്നത്. നാട്ടുകാരുടെ മുഴുവൻ ആശീർവാദം വാങ്ങിച്ചുകൊണ്ടാണ്, നാട്ടുകാരുടെ കായംകുളങ്ങളുടെ മുഴുവൻ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് ഈ കൊച്ചു ഗ്രാമത്തിലേക്ക്, ഈ ചിങ്ങോലി ഗ്രാമത്തിലേക്ക് ഈ കുട്ടികൾ എത്തിയിരിക്കുന്നത്. ഈ ചിങ്ങോലിയുടെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഈ മത്സരം ഇന്ന് പൂർണ്ണമാകുമ്പോൾ തീർച്ചയായും അവസാനം ട്രോഫിയും കൊണ്ട് കായംകുളം തന്നെ പോകുമെന്ന് അവർ ഉറക്കെ വിശ്വസിക്കുന്നു, ഉറക്കെ പ്രതികരിക്കുന്നു. അടുത്തത് ഹരിപ്പാട്. ശ്രീ മുരുകസ്വാമിയുടെ കടാക്ഷമുള്ള ഹരിപ്പാട്. 2 കൊല്ലത്തെ പരിചയം മാത്രമുള്ള ഹരിപ്പാട്. കഴിഞ്ഞ വർഷം 5ാം സ്ഥാനക്കാരായ ഹരിപ്പാട്. അത് കഴിഞ്ഞ വർഷമല്ലേ? ഞങ്ങൾ ശൈശവ ദിവസം ചെന്നിട്ടില്ലായിരുന്നല്ലോ. ഇന്ന് നോക്കൂ എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങളുടെ അപ്പൂജയൊക്കെ മനസ്സിൽ വെച്ചത് ഇന്ന് ട്രോഫി ഞങ്ങൾക്ക് തന്നെ. ഹരിപ്പാട് ഞങ്ങൾ രാവിലെ പോയി സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ട്രോഫി കൊണ്ടുപോകാം. അതിന് നിങ്ങൾ ഞങ്ങളെ തുച്ഛമായി കാണുന്നെങ്കിൽ ചേട്ടന്മാരെ തെറ്റി. ഇന്നത്തെ ട്രോഫി ഞങ്ങൾക്ക് തന്നെ. 1ാം സ്ഥാനക്കാരന്റെ ട്രോഫി ഞങ്ങൾക്ക് തന്നെ. 5ാം സ്ഥാനക്കാരന്റെ ട്രോഫി നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ. ഞങ്ങൾ തന്നെയാണ് 1ാം സ്ഥാനം. ഞങ്ങൾ തന്നെ ജയിക്കും എന്നാണ് ഹരിപ്പാട് ടീം പറയുന്നത്. ഹരിപ്പാടിന്റെ എന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരിപ്പാടിന്റെ പ്രിയങ്കരിയായ രമ്യ രാമചന്ദ്രൻ. അവരുടെ നേതായ പ്രണവ, സയ്യിദ് തുടങ്ങിയവർ വേദിയിലേക്ക് കടന്നു വരണം. പ്രണവ, സയ്യിദ്, അവരുടെ ലീഡേഴ്സായ പ്രണവ, സയ്യിദ്, അൻസി, പെൺകുട്ടികളുടെ നേതാവായ അൻസി വേദിയിലേക്ക് കടന്നു വരണം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും കൈയടിച്ച് ഹരിപ്പാടിന്റെ കുട്ടികൾ കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം. ഹരിപ്പാടിന്റെ കുട്ടികൾ ഒന്നിടയ്ക്ക് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇക്കുറി വീണ്ടും 5ാം സ്ഥാനമാണ് പ്രതീക്ഷിക്കുന്നത്? അതോ 1ാം സ്ഥാനം? അതെ, ഹരിപ്പാട്ടുകാരാണ് പ്രതീക്ഷിക്കുന്നത് 1ാം സ്ഥാനം തന്നെ. ഇത് ആർക്ക് കൊടുക്കണം? ഒരു കൂട്ടർ കൂടി നിൽപ്പുണ്ട്. ചെന്നിത്തല. കേരളം മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന നാടാണ്. അത് ചെന്നിത്തലക്കാർക്ക് നന്നായി അറിയാം. പ്രത്യേകിച്ച് കാർത്തിപ്പള്ളിക്കാർ മതസൗഹാർദ്ദമുള്ളവരാണ്. ചെന്നിത്തലക്കാർക്ക് നന്നായി അറിയാം. പക്ഷെ ഇന്ന് അവർ വന്നിരിക്കുന്നത് ഒരു പള്ളി പൊളിക്കാനാണ്. കാർത്തികപ്പള്ളി പൊളിക്കും. അതുപോലെ 2 കുളങ്ങളും നികത്തും. മഞ്ഞാർക്കുളവും കായംകുളവും നികത്തി ട്രോഫിയും കൊണ്ട് ചെന്നിത്തലയിൽ വെച്ച് ചെന്നിത്തലയ്ക്ക് പോകുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെന്നിത്തല കുട്ടികൾ നോക്കൂ, അവർ ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അവര് പലയായിട്ട് സമ്മതിച്ചിരിക്കുകയാണ്. ചെന്നിത്തലയിലെ കുട്ടികള് ചെന്നിത്തല കുട്ടികൾ ഹർഷാരം മുതൽ അവർ സ്വീകരിക്കുന്നതാണ്. ചെന്നിത്തല കുട്ടികൾ ഹർഷാരത്തോടെ അവരെ സ്വീകരിക്കണം. ജോളി, ആശ, തുടങ്ങിയവർ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ചെന്നിത്തലക്കാരെ, നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നു? കഴിഞ്ഞ തവണത്തെ പോലെ ഏറ്റവും അവസാനത്തെ റാങ്കുമായി അവസാന സ്ഥാനക്കാരുമായി നിങ്ങൾ ചെന്നിത്തല പോകുന്ന കൂടി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഈ പ്രാവശ്യത്തെ ട്രോഫി ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ 1ാം സ്ഥാനക്കാരുടെ ട്രോഫി ചെന്നിത്തലയ്ക്ക് തന്നെ എന്ന് ചെന്നിത്തലക്കാരും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആർക്കാണ് കൊടുക്കുക? ആർക്ക് കൊടുക്കണം? നിങ്ങൾ എന്ന് പറയൂ, ആർക്കാണ് ഈ ട്രോഫി കൊടുക്കുക? ആരെയാണ് വാങ്ങിക്കേണ്ടത്? അടുത്ത 3 കൊല്ലത്തേക്ക് വീണ്ടും വാങ്ങിക്കണോ? അതോ കാർത്തികപ്പള്ളിയെ വാങ്ങിക്കണോ? അതോ കായംകുളത്തെ നമ്മള് വീണ്ടും രാജാവായി വാഴിക്കണോ? അതോ
കാഴ്ചവെച്ചു വന്ന ഹരിപ്പാടിനെ വാഴിക്കണോ അതോ ചെന്നിത്തലയെ വാഴിക്കണോ? നമുക്ക് കാത്തിരുന്ന് കാണാം. നിമിഷങ്ങൾ യുഗങ്ങളായി മാറുന്ന ഈ മത്സരത്തിലേക്ക് നിങ്ങളുടെ എല്ലാം നാട്ടുകാരുടെ മുഴുവൻ അകമഴിഞ്ഞ സഹകരണങ്ങൾ വേണം. സഹായം വേണ്ട, സഹകരണം മാത്രം മതി. നിങ്ങളുടെ എല്ലാം സാന്നിധ്യം വേണം. നിങ്ങളെല്ലാം വരണം. ഇന്നത്തെ വഴികൾ മുഴുവൻ നമ്മളുടെ സമ്മേളന നഗരിയിലേക്കാണ്. ജനനിബിഡമാണ്. രാവിലെ വലിയ മത്സരങ്ങൾ നടക്കുന്നില്ലെങ്കിലും രാജ്യാവസാനം കാണാമെന്നിരിക്കുന്ന ജനങ്ങളുടെ നീണ്ട നിരയാണ്. അത്ര ആവേശിതമാണ് ഈ നാട്ടുകാർ ഈ മത്സരത്തെ കാണുന്നത്. ഉച്ചയ്ക്ക് നടക്കുന്ന മത്സരങ്ങളിൽ ഇവിടെ മണ്ണിട്ടാൽ താഴാതെ ജനക്കൂട്ടമായിരിക്കും. അതുകൊണ്ട് ഈ മത്സരങ്ങൾ കണ്ട് ഇന്നത്തെ നിന്നെ തീരുമാനിക്കാൻ നിങ്ങളുടെ സഹായം കൂടി ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാവരും ഇതിന് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയോടെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഈ വിജയത്തില് നിങ്ങൾക്കെല്ലാം വിജയാശംസകൾ നൽകിക്കൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. അടുത്തതായി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്രീ സജയ് ശങ്കർ എന്നോട് ഒരു വാക്ക് സംസാരിക്കുന്നതാണ്. പ്രിയമുള്ള യോഗത്തിന്റെ അധ്യക്ഷൻ പ്രസന്നകുമാർ സാർ, ഗംഗാദേവി ടീച്ചർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സുഭാഷ് ഏട്ടൻ, സുനിൽ, പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, സമയം വരെ നീണ്ടുപോയതിനാൽ കൂടുതൽ സംസാരിക്കുന്നില്ല. ചൂട് തന്നെയാണ് കാരണം, ഇവിടെ ഇരിക്കാൻ വയ്യ. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാവാസനകൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PC പ്രസന്നകുമാർ സാർ, അതേപോലെ തന്നെ ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് സ്റ്റാഫ് സുനിൽ കുമാർ, ഞങ്ങളുടെ സീനിയർ സ്റ്റുഡൻറ് സഞ്ജയ് ശങ്കർ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, എൻ്റെ സുഹൃത്തുക്കളെ, അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സ് 12ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സുദിനത്തിൽ നമ്മളിവിടെ എല്ലാ വർഷവും കൊണ്ടാടുന്ന കുട്ടികളുടെ സംഗമം ആഘോഷിക്കപ്പെടുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ചില ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായ പ്രശസ്ത മജീഷ്യൻ അമ്മയായിരുന്നു ഇന്ന് സത്യത്തിൽ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്നത് കാരണം ആ കുട്ടിക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നേരത്തെ അറിയിച്ചതുകൊണ്ടും നമ്മൾ ആ പ്രോഗ്രാമിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സുഭാഷ് സാറിനെ ക്ഷണിക്കുകയും വൈകിട്ട് സമാപന ചടങ്ങിൽ എത്തേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് നമ്മുടെ ഈ ചടങ്ങിന് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ മാത്രമല്ല, അദ്ദേഹം ഒരു അഭിനേതാവ് കൂടിയാണ്. അതേപോലെ തന്നെ ഒരു കവിയാണ്. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പോലീസുകാർക്ക് ഇതൊന്നും ബാധകമല്ല എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം നമ്മൾ വിചാരിക്കുന്നതിലുപരി വളരെ കലാപരമായി കഴിവുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളും മാറ്റിവെച്ച് നമ്മുടെ ഈ ചടങ്ങിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ആദ്യമേ തന്നെ ഞാൻ അപ്ഡേറ്റിന്റെ പേരിലും എൻ്റെ കുട്ടികളുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ അടുത്തതായിട്ട് പറയേണ്ടിയിരിക്കുന്നത് നമ്മുടെ സഞ്ജയ് ശങ്കറിനെ കുറിച്ചാണ്. ഞങ്ങളെ ഇക്കാലത്ത് അത്രയും ഇങ്ങനെ കുട്ടികളുടെ സംഗമം ഇത്രയും വിജയകരമായി നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ശരീരം കൊണ്ടായാലും മനസ്സുകൊണ്ടായാലും ഏത് രീതിയിലായാലും ഞങ്ങളെ ഇത്രത്തോളം എത്തിച്ച ഞങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷി കൂടിയായ ഞങ്ങളുടെ സഞ്ജയ് ശങ്കറിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ സുനിൽകുമാർ, നങ്ങ്യാറോങ്ങര സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സുനിൽകുമാർ വളരെ പരിചിതനാണ്. എല്ലാവരുടെയും മുമ്പിൽ ഒരു അമ്മാവന്റെ റോൾ കൈകാര്യം ചെയ്യുന്ന സുനിലിനെ മറ്റു കുട്ടികൾക്ക് ഞങ്ങളെക്കാൾ ഉപരി പേടിയും ഭയവും ബഹുമാനവുമാണ്. ഞങ്ങൾ കഴിഞ്ഞ
കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാ കാര്യങ്ങളും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സുനിൽകുമാറിനെയാണ്. അദ്ദേഹം ഓടി നടന്ന് എന്നെ ഉൾപ്പെടെ എന്ത് കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞും ഞാൻ പോലും ഒരു അമ്മാവന്റെ സ്ഥാനത്താണ് അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനും ഈ അപ്ഡേറ്റിന്റെ പേരിലും നമ്മളുടെ കുട്ടികളുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ചടങ്ങിൽ എത്തേണ്ടിയിരുന്ന ശ്രീ മണ്ണാർശാല സുരേഷ് സാർ, അദ്ദേഹത്തിന് നമ്മുടെ ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന അദ്ദേഹം സ്കൂളിൽ ചില അത്യാവശ്യ കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് ചടങ്ങ് തീരുന്നതിന് മുമ്പ് എത്താം എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തി നമ്മളെ അനുഗ്രഹിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിനും നമ്മളുടെ എല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ നന്ദി പറയേണ്ടത് നമ്മുടെ അധ്യക്ഷൻ PC പ്രസന്നകുമാർ സാറിനെയാണ്. പേര് പോലെ തന്നെ പ്രസന്നവദനായി നിങ്ങളുടെ മുന്നിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ട പ്രചോദനം തന്നുകൊണ്ട് കുട്ടികളുടെ സംഗമം ഓരോ വർഷം നടക്കുമ്പോഴും ഞാൻ പറയും, ഇനി അടുത്ത വർഷം കുട്ടികളുടെ സംഗമം നടത്തണ്ട. എന്തെന്ന് വെച്ചാൽ അതിന്റെ പിന്നിലുള്ള ഒത്തിരി പ്രയത്നങ്ങൾ, ഇത് സഹിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ വിഷമം, ഇത് ഓരോ തവണ നേരിടുമ്പോഴും ഞാൻ പറയും, ഇനി കുട്ടികളുടെ സംഗമം ഇവിടെ വേണ്ട, അടുത്ത വർഷം നമുക്ക് എന്തായാലും ഇത് നടത്തണ്ട. സ്ത്രീകൾ പ്രസവിക്കുന്നത് പോലെയാണ് ഞാൻ പറയുന്നത്. അതായത് ഓരോ പ്രസവം നടക്കുമ്പോഴും നമ്മൾ പറയും, ഇനി വേണ്ട, പ്രസവിക്കത്തില്ല ഞാൻ, പക്ഷെ വീണ്ടും നമ്മൾ പ്രസവിക്കും. അന്നേരം നമ്മുടെ കുട്ടിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമില്ലേ, അതേപോലെയാണ് ഓരോ കുട്ടികളുടെ സംഗമം കഴിയുമ്പോഴും എനിക്കുണ്ടാകുന്ന സന്തോഷം. ഇന്നലെ വരെയും ഞാൻ പറഞ്ഞിരുന്നത് ഇനി കുട്ടികളുടെ സംഗമം നടത്തണ്ട എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ദൈവമേ അടുത്ത വർഷം ഇത് നടത്താൻ ഒരു അവസരം തരണേ, എന്റെ കാവ് പിടിക്കലമ്മേ, അതിനെനിക്ക് ഞങ്ങളെ അനുവദിക്കണേ, എന്റെ കുട്ടികളെ ഇതേപോലെ തന്നെ ഒന്നിച്ചു കൂട്ടാൻ ഒരു അവസരം തരണേ എന്ന് ഞാൻ ഇന്നും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഓടി നടന്ന് എല്ലാ കാര്യത്തിനും ചുറുചുറുക്കോട് ഓടി നടന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട രീതിയിലുള്ള ഡയറക്ഷൻസ് തരികയും നമുക്ക് വേണ്ട ആശീർവാദങ്ങൾ തരികയും ചെയ്യുന്ന PC പ്രസന്നകുമാർ സാറിനും ഈ അവസരത്തിൽ നമ്മളുടെ അപ്ഡേറ്റിന്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇപ്പൊ ഒരു പ്രസന്നകുമാർ സാറോ ഒരു സുനിൽകുമാറോ ഒരു സഞ്ജയ് ശങ്കറോ ഒരു ഗംഗാ പ്രസന്നകുമാറോ വിചാരിച്ചാൽ നടത്താൻ പറ്റുന്ന ഒരു പരിപാടിയല്ല കുട്ടികളുടെ സംഗമം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ കുട്ടികളാണ്, അവരുടെ സഹകരണമാണ്, അവരുടെ രക്ഷിതാക്കളുടെ സഹകരണമാണ്. ആ രക്ഷിതാക്കളും അവരുടെ കുട്ടികളും നമ്മളോടൊപ്പം ആത്മാർത്ഥതയോടെ നമ്മുടെ ഓരോ പരിപാടികൾക്കും വിജയിപ്പിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങി നമ്മളെ സഹായിച്ച ആ സന്മനസ്സിന് ഞാൻ അവരോട് ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇത്രയും ആയാൽ മാത്രം നമ്മുടെ പരിപാടി വിജയിക്കുന്നില്ല. പരിപാടി നടക്കുന്നതിന്റെ തലേ ദിവസം നമ്മുടെ ഹോൾ അറേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു തരിക, ഇങ്ങനെ നമുക്ക് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച നമ്മുടെ വിമൽ, കാർത്തികപ്പള്ളി സെന്ററിലെ നമ്മുടെ ഒരു വിദ്യാർത്ഥിയാണ് വിമൽ, അതേപോലെ തന്നെ ഷൈജോ കോശി, അതേപോലെ തന്നെ വിഷ്ണു, അഖിൽ, എനിക്ക് ഇവരുടെ ആരുടെയും പേരുകൾ മറക്കാൻ പറ്റില്ല. ഓരോ സെന്ററിലും വർക്ക് ചെയ്ത അവരുടെ സ്റ്റാഫുകൾ, ഞങ്ങളുടെ സ്റ്റാഫുകൾ, ഇവരോടെല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്ഡേറ്റിന്റെയും ഞങ്ങളുടെയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.